ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങിയിട്ട് 50 ദിവസമാകുന്നു. ഇനിയെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒന്ന് മാറ്റി പിടിച്ചുകൂടെ? ഇപ്പോൾ സിജോ എത്തിയെങ്കിലും പിന്നീട് സിജോയെ ഒന്നും അധികം 24/7 കാണിച്ചിട്ടില്ല. മറ്റ് കണ്ടസ്റ്റൻസ് പലരും തന്നെ അവിടെയും ഇവിടെയും നടക്കുന്നു. ലൈവിൽ പോലും അധിക സമയം ഗബ്രി, ജാസ്മിൻ എന്നിവരുടെ അസാധാരണമായ പ്രവൃത്തികളും രസ്മിൻ എന്ന ഒരു കാൻഡിഡേറ്റിന്റെ മീഡിയേഷൻ ശ്രമങ്ങളും. മറ്റ് കാൻഡിഡേറ്റ്സും ഗെയിം കളിക്കാനാണ് അവിടെ എത്തി വന്നിരിക്കുന്നത്. പ്രേക്ഷകർ പണവും സമയവും കളഞ്ഞ് ഷോ വാച്ച് ചെയ്യുമ്പോൾ അവർക്കും ഈ 3 കാൻഡിഡേറ്റ്സിന്റെ ചേഷ്ടകൾ മാത്രം കണ്ടാൽ മതിയോ? പുറത്തെ കാര്യങ്ങൾ സായി, രസ്മിൻ, അബി എന്നിവരുടെ അടുത്ത് നിന്നും അറിഞ്ഞ ജാസ്മിൻ പുറത്ത് ഗബ്രി കോംബോ നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കി ഗബ്രിയുമായി ഒരു റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിക്കുന്നു. ഗബ്രി ആണെങ്കിൽ അതിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുമുണ്ട്. ഗബ്രിക്ക് കോംബോ വിട്ട് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പരമാവധി താല്പര്യവുമുണ്ട്. ജാസ്മിൻ വീണ്ടും അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ഗബ്രിക്ക് ഡിപ്രഷനും പാനിക് അറ്റാക്കും ഒക്കെ ഉണ്ടാകുന്നത്. ജാസ്മിനുമായി ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ഗബ്രിക്ക് ഒട്ടും താല്പര്യമില്ല. തന്നെ തകർക്കാൻ അവിടെ മറ്റാർക്കും കഴിയില്ല, ജാസ്മിനെ ഒഴികെ എന്ന് പലതവണ പലരോടായി ഗബ്രി പറയുന്നതും നമ്മൾ കണ്ടതാണ്. 24 മണിക്കൂറും ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന ഷോയിൽ കണ്ടസ്റ്റൻസ് ഉറങ്ങുമ്പോൾ ഒഴികെ 18 മണിക്കൂറെങ്കിലും ലൈവിൽ പ്രേക്ഷകർ വാച്ച് ചെയ്യുന്നുണ്ടാവും. 18 കണ്ടസ്റ്റൻസിനും ഉണ്ട് ഏകദേശം 1 മണിക്കൂർ വീതം ഒരു കാൻഡിഡേറ്റിന് കിട്ടേണ്ടതാണ്. എങ്കിലും 18 മണിക്കൂറിൽ 10 മണിക്കൂറും ഗബ്രി ജാസ്മിൻ കോംബോയും ഷോയും പിന്നെ രസ്മിൻ്റെയും നോറയുടെയും വെറുപ്പിക്കലുമാണ് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇതൊന്ന് മാറ്റി മറ്റ് കണ്ടസ്റ്റൻസിനെ കൂടി ടെലികാസ്റ്റിൽ വരുത്താൻ തക്ക എന്തെങ്കിലും ടാസ്ക് കൊടുത്തുകൂടെ?